ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ബിക്കോസ് ഇതുവരെ ഞാൻ സൗദിയിലേക്ക് കംപ്ലീറ്റ്ലി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സൗദി ലീഗിൻ്റെ റിവ്യൂ ചെയ്യാതിരുന്നത്. അവസാനം ഞാൻ കണ്ടത് ബെൻസിമ റൊണാൾഡോ ഒരു മത്സരം, അൽ നാസർ അൽ ഇത്തിഹാദ് മത്സരം. അതാണ് ഞാൻ അവസാനം, അതും ഫുള്ളായിട്ട് കണ്ടില്ല, സെക്കൻഡ് ഹാഫ് തൊട്ടിട്ടാണ് കണ്ടത്. ഈ ഒരു മത്സരം ഞാൻ ഫുള്ളായിട്ട് വാച്ച് ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ, അത്രയും ഇപ്പോൾ പിന്നെ പ്രീമിയർ ലീഗൊക്കെ പോകുന്ന മാതിരിയാണ് സൗദി ലീഗും പോയിക്കൊണ്ടിരിക്കുന്നത്. അൽ ഇത്തിഹാദ് അൽ നാസർ മത്സരം 34 പോയിൻറ്റുമായിട്ട് അൽ ഇത്തിഹാദ് അൽ ഹിലാൽ 2ാം സ്ഥാനത്തും അൽ ഇത്തിഹാദ് 1ാം സ്ഥാനത്തും. പേരെല്ലാം അല്ലല്ലായിക്കൊണ്ട് മാറിപ്പോവും. 1ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീമുകളും കട്ടായിരുന്നു. അൽ ഇത്തിഹാദിനകത്ത് പെനാൽറ്റി കിട്ടുന്നു, ബെൻസിമ ഗോൾ സ്കോർ ചെയ്യുന്ന അവസാന നിമിഷം. അൽ നാസറിനും അൽ നാസർ അല്ല അൽ ഹിലാലിനും പെനാൽറ്റി കിട്ടുന്നു. പക്ഷേ അത് അതിഗംഭീരമായി അൽ ഹിലാലൊക്കെ ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ അത് എനിക്ക് വർക്കായി. ഗോൾ സ്കോർ ചെയ്ത് പെനാൽറ്റി സേവ് ചെയ്തതിന് ശേഷം അൽ ഇത്തിഹാദിൻ്റെ ഗോൾ കീപ്പർ ആ ഒരു പ്ലെയറിനെ നോക്കിയിട്ട് മെൽക്കം തന്നെയാണ് കിക്ക് എടുക്കാൻ വേണ്ടി പോയത്. അത് സേവ് ചെയ്തതിന് ശേഷം ഒരു സ്മൈല് കൊടുത്ത്, അതെന്തോ അത് കണ്ട എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ മാച്ച് വാച്ച് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മത്സരമായിരുന്നു. അങ്ങനെ അഗെയിൻ 1ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഇത്തിഹാദിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ബെൻസിമ എന്ന ഒരു പ്ലെയർ വരുന്നതിന് മുമ്പേ ആ ഒരു ലീഗിൽ ടൈറ്റിൽ ചാമ്പ്യന്മാരായിരുന്നു അൽ ഇത്തിഹാദ്. പക്ഷേ ബെൻസിമ വന്നതിന് ശേഷം പെട്ടെന്ന് അത് ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങി. എനിക്കൊന്ന് ടോപ്പ് 10 മറ്റാണെന്ന് അവർ തുടർന്നുകൊണ്ടിരുന്നത്. ആ ഒരു സീസൺ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് നെഗറ്റീവ് ട്രോൾസും ബെൻസിമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബെൻസിമനെ കുറിച്ച് ഗോൾ സ്കോർ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബെൻസിമ റയൽ മാഡ്രിഡിൽ കളിച്ച ആ ഒരു റേഞ്ച് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ആദ്യ സീസണിൽ അൽ ഇത്തിഹാദിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ കുറച്ച് ഇഞ്ചറീസും പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. വേറെ കാര്യം, അവിടെ പാസ് കൊടുക്കാൻ വാൽവേർഡെയോ ലൂക്ക മോഡ്രിച്ചോ ടോണി ക്രൂസോ ഒന്നുമല്ല ബെൻസിമക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു പ്ലെയർ. അപ്പോൾ അത്രയും സെറ്റായി വരിക എന്നുള്ളത് ഒരു സീസൺ ശരിക്കും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ റൊണാൾഡോനെ കുറിച്ച് പറയുന്ന സമയത്ത്, റൊണാൾഡോ വന്ന ആ ഒരു സീസൺ തന്നെ ഫയർ ആയിരുന്നു. കാരണം റൊണാൾഡോ എല്ലാ ലീഗിലും കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, യുണൈറ്റഡിൽ കളിച്ചു, റിയൽ മാഡ്രിഡിൽ കളിച്ചു, അതുപോലെ അവസാനം ഇവിടെ യുവൻറ്റസിലും കളിച്ചു. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആ വേറൊരു ലീഗിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. പക്ഷേ വേറൊരു കാര്യം, അൽ ഇത്തിഹാദിൻ്റെ ആ ഒരു സ്ക്വാഡ് ആയിരുന്നില്ല അൽ നാസറിൻ്റേത്. ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയർ ലീഗ് പിന്നെ അതുപോലെ ലാലിഗയിലെ മിക്സഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പ്ലെയറും റൊണാൾഡോ എന്നുള്ള ഒരു പ്ലെയറിനെ അനുസരിച്ചിട്ടാണ് അവരെ ടാക്ടിക്സ് ടോട്ടലി ചേഞ്ച് ചെയ്തത്. ബെൻസിമയെ സംബന്ധിച്ചിടത്തോളം കോച്ചിന് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ബെൻസിമ എന്നുള്ളൊരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോച്ചിന് വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ബെൻസിമ വന്നതോടുകൂടി ആ കോച്ചിൻ്റെ ടാക്ടിക്സ് മൊത്തം ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വർക്കായില്ല. അവിടെയാണ് എനിക്കൊന്ന് അൽ ഇത്തിഹാദ് അത്രയും ഡൗൺ ആവാനുള്ള കാര്യം. കോച്ചിനെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം അവർ ഇപ്പം 1ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വിന്നറാവുന്നെന്ന് പറയാനുള്ള കൺഫേം ആയിട്ട് ഇപ്പോൾ ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ എന്തായാലും സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു മത്സരമാണ് നോക്കിയത്. അൽ ഹിലാലുമായിട്ടുള്ള ഒരു മത്സരത്തിൽ തോക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ 1ാം സ്ഥാനത്ത് വരുമായിരുന്നു. അപ്പോൾ അൽ ഹിലാലുമായിട്ട് കട്ടക്കുള്ള ഒരു മത്സരമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗായ്സ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.